Hi everyone, this is GB Sebastian and welcome to GB's classes. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇത് 6ാമത്തെ പാർട്ടാണ്. ഈ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ന്യൂട്രീഷൻ ഇൻ അനിമൽസ് എന്നാണ്. ഇന്ന് നമ്മൾ ഈ 6ാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോകൾ കാണാത്തവർ അത് ആദ്യം കാണണം, എന്നാലേ ഇത് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വീഡിയോ എല്ലാം കിട്ടും. അല്ലെങ്കിൽ ജിബീസ് ക്ലാസ്സസ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജിബീസ് ചാനലിൻ്റെ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും അതിൻ്റെ പ്ലേലിസ്റ്റും എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് കാണാത്തവർ, ഇതിനു മുമ്പുള്ള വീഡിയോ കാണാത്തവർ അത് ആദ്യം കാണണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താണെന്നുള്ളത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ കുടലുകൾ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകുടൽ, ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ വൻകുടൽ, വലിയ കുടൽ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് ഹൈലി കോയിൽഡ് ആൻഡ് ഈസ് അബൌട്ട് 7.5 meters ലോങ്. ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു ട്യൂബുലാർ സ്ട്രക്ചറാണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അത് ഏകദേശം 7.5 meter നീളമുണ്ട്, 7.5 meter നീളം. And it receives secretions from the liver and the pancreas. അപ്പോൾ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ലിവറിൽ നിന്നുള്ള സെക്രീഷൻസും ലിവറിൻ്റെ ബൈലും പാൻക്രിയാസിൽ നിന്നുള്ള സെക്രീഷനായ പാൻക്രിയാറ്റിക് ജ്യൂസും എല്ലാം ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഭക്ഷണമായിട്ട്, സ്റ്റൊമക്കിൽ നിന്ന് വന്ന ഭക്ഷണമായിട്ട് മിക്സ് ആവുന്നുണ്ട്. ബിസൈഡ്സ് ഇറ്റ്സ് വാൾ ഓൾസോ സെക്രീറ്റ് ജ്യൂസസ്. അത് കൂടാണ്ട് ഇൻറ്റസ്റ്റൈനിലെ ഇൻറ്റസ്റ്റൈനിലെ ജ്യൂസും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല സെക്രീഷൻസ് ഫുഡുമായിട്ട് കലർന്ന് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തുന്നു. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് ഡൈജഷൻ പ്രോസസ്സിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റൊമക്ക് ഒരുപാട് മെക്കാനിക്കലി അതിനെ ചേൺ ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊരു ജ്യൂസി ഫോമിൽ, അതിനെ പറയുന്നത് ഖൈം എന്നാണ്. നിങ്ങൾ പിന്നീട് വരുന്ന ക്ലാസ്സുകൾ അത് പഠിക്കും. അപ്പോൾ അങ്ങനെ ഒരു രൂപത്തിലാക്കിയിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിനെ എന്നിട്ടാണ് ഈ ചെറുകുടലിലോട്ട് കടത്തിവിടുന്നത്. ചെറുകുടലിൽ വരുമ്പോൾ അത് ബൈൽ ജ്യൂസും, അതായത് ബൈൽ ജ്യൂസ് എന്ന് പറയുന്നത് ലിവറിൽ നിന്ന് വരുന്ന ഒരു ജ്യൂസാണ്. ജ്യൂസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സെക്രീഷനാണ്. പിന്നെ പാൻക്രിയാസിൽ നിന്ന് വരുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ്, പിന്നെ ഈ ഇൻറ്റസ്റ്റൈനിൽ തന്നെ ഉണ്ടാവുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. അങ്ങനെ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിന് കോംപ്ലക്സ് മോളിക്യൂൾസിനെ സിംപിളർ ഫോമിൽ, വളരെ സിംപിളർ ഫോമിൽ, ദ ലാസ്റ്റ് ഫോമിലോട്ട്, അതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലോട്ട് മാറ്റും. അപ്പോൾ എന്നിട്ടാണ് ആ ഏറ്റവും ചെറിയ സിംപ്ലർ മോളിക്യൂൾസിനെയാണ് ബോഡി അല്ലെങ്കിൽ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് തന്നെ അബ്സോർബ് ചെയ്ത് എവിടെ പോകുന്നത്? ബോഡിയിലെ ബ്ലഡിലോട്ട് കയറുന്നു, ബ്ലഡ് വെസൽസിലോട്ട് കയറുന്നു. പിന്നെയാണ് അത് ബോഡിയിൽ എല്ലാവരുടെയും സർക്കുലേറ്റ് ആവുന്നത്, ബോഡിയിൽ യൂസ് ചെയ്യുന്നതും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ലിവറിനെ കുറിച്ച് നോക്കാം. ദ ലിവർ ഈസ് എ റെഡിഷ് ബ്രൗൺ ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ അബ്ഡമൻ ഓൺ ദ റൈറ്റ് സൈഡ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം ഇതിനു മുമ്പ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡയഗ്രാം ഒന്നുകൂടി നോക്കുക. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗ്ലാൻഡ് കാണാൻ പറ്റും. ഒരു റെഡിഷ് ബ്രൗൺ കളേർഡ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ് അപ്പർ പാർട്ട് ഓഫ് ദ അബ്ഡോമൻ്റെ അപ്പർ പാർട്ട്. അതും റൈറ്റ് സൈഡ് ഓഫ് ദ അബ്ഡോമൻ, റൈറ്റ് സൈഡിലാണ്, അബ്ഡോമൻ്റെ അപ്പർ പാർട്ടിലാണുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡിയിലെ ഏറ്റവും വലിയ ഗ്ലാൻഡാണ് ഈ ലിവർ എന്ന് പറയുന്നത്. കരളെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗ്ലാൻഡ്. ആൻഡ് ഇറ്റ് സെക്രീറ്റ് ബൈൽ ജ്യൂസ്. അത് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസാണ് ബൈൽ ജ്യൂസ്. ആൻഡ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ഗോൾ ബ്ലാഡർ. ഈ ലിവറിൻ്റെ തന്നെ പുറകിൽ തന്നെ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, ഒരു സഞ്ചി പോലുള്ള സ്ട്രക്ചർ. അതിനെ പറയുന്നതാണ് ഗോൾ ബ്ലാഡർ എന്ന്. പിത്തസഞ്ചി അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത് ഈ ലിവറിലുണ്ടാവുന്ന ബൈൽ ജ്യൂസ് നേരെ എങ്ങോട്ട് പോകും? ഗോൾ ബ്ലാഡറിലോട്ട് പോകും. ഇതാണ് ഗോൾ ബ്ലാഡറിൽ പോകും. ഗോൾ ബ്ലാഡറിൽ പോയിട്ട് ഗോൾ ബ്ലാഡറിൽ ആ ബൈൽ ജ്യൂസ് സ്റ്റോർ ആയിരിക്കും. ദ ബൈൽ പ്ലേസ് എപ്പോഴാണ് നമുക്ക് ബൈൽ വേണ്ടത്, അപ്പോൾ ഈ ഗോൾ ബ്ലാഡർ ആ ബൈലിനെ റിലീസ് ചെയ്ത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് സപ്ലൈ ചെയ്യും. എന്നിട്ട് അത് ആ ബൈൽ
എന്ത് ചെയ്യും, നമ്മുടെ ഭക്ഷണമായിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഭക്ഷണമായിട്ട് മിക്സായിട്ട് അതിലുള്ള ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാനാണ് അത് സഹായിക്കുന്നത്. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക, അത് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നു. ഉണ്ടാക്കിയത് ആരാണ്? ഉണ്ടാക്കിയത് നമ്മുടെ ലിവറാണ്. എന്നിട്ട് അതിന് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഗോൾ ബ്ലാഡർ. ബൈൽ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡൈജഷൻ ഓഫ് ഫാറ്റ്സ്. ഫാറ്റിൻ്റെ ഡൈജഷനിലാണ് ഈ ബൈൽ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് നമ്മൾ പാൻക്രിയാസിനെ കുറിച്ച് നോക്കുന്നു. പാൻക്രിയാസ് ഈസ് എ ലാർജ് ക്രീം കളേർഡ് ഗ്ലാൻഡ്. ക്രീം കളേർഡ് അല്ലെങ്കിൽ പെയിൽ യെല്ലോ കളേർഡ് ലീഫ് ലൈക്ക് ഗ്ലാൻഡാണ്. ലീഫ് പോലെ ഒരു ഇല പോലുള്ള ഗ്ലാൻഡ്. അതിൻ്റെ നടുക്കിൽ കൂടെ ഡക്റ്റ് ഉണ്ട്. അതിനെ പാൻക്രിയാറ്റിക് ഡക്റ്റ് എന്ന് പറയും. ഇതിലിടയിൽ ഡക്റ്റുകളുണ്ട്, എന്താണ് ട്യൂബുകൾ, ചെറിയ ചെറിയ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. അത് ഡക്റ്റ് എന്നാണ് പറയുക, പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഈ പാൻക്രിയാസ് എങ്ങനെയാണ്? പെയിൽ യെല്ലോ കളേർഡ് അല്ലെങ്കിൽ ക്രീം കളേർഡ് ഗ്ലാൻഡാണ്. ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൻ്റെ തൊട്ട് താഴെ, ഇവിടെ സ്റ്റൊമക്കാന്ന് വെക്കി, ഇവിടെ സ്റ്റൊമക്കിൻ്റെ തൊട്ട് താഴെയാണ് ഈ പാൻക്രിയാസ് ഉള്ളത്. അപ്പോൾ ലിവർ എവിടെയുള്ളത്? ലിവർ ഈ സൈഡിലാണ് ഉള്ളത്, റൈറ്റ് സൈഡിലുള്ള ഗ്ലാൻഡാണ് ലിവർ. അപ്പോൾ ലിവറിലൊരു ഗോൾ ബ്ലാഡർ ഉണ്ട്. ഗോൾ ബ്ലാഡറിലാണ് ബൈൽ സ്റ്റോർ ചെയ്യുന്നത്, ബൈൽ ജ്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. ആ ബൈൽ ജ്യൂസും എവിടെ വരും? എങ്ങോട്ട് വന്ന് ചേരും? ഈ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വരും. ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനാണ്, ഇത് സ്റ്റൊമക്ക്, ഇത് ഇവിടെ തൊട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ആ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് തന്നെയാണ് ഈ പാൻക്രിയാസിൽ നിന്നുള്ള പാൻക്രിയാറ്റിക് ജ്യൂസും വന്ന് ചേരുക. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എങ്ങനെയുള്ള നല്ല ജ്യൂസിയായ ഫുഡെല്ലാം എന്താണ് സ്റ്റൊമക്ക് നന്നായി ചേൺ ചെയ്ത് എല്ലാ ജ്യൂസസുമായിട്ട് മിക്സ് ചെയ്ത് നല്ല ജ്യൂസിയായ ആ ഒരു ഫുഡ് കണ്ടൻറ്റാണ് സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വരുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വന്നു കഴിയുമ്പോൾ പാൻക്രിയാസിൽ നിന്നുള്ള പാൻക്രിയാറ്റിക് ജ്യൂസും ലിവറിൽ നിന്നുള്ള ബൈൽ ജ്യൂസും എല്ലാം പിന്നെയും സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് വന്ന് ചേരുന്നു, ഭക്ഷണമായിട്ട് പിന്നെയും കൂടിക്കലർന്നു. അപ്പോൾ ദ പാൻക്രിയാസ് ഈസ് എ ലാർജ് ക്രീം കളേർഡ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിന് താഴെയുള്ള ഒരു ഗ്ലാൻഡാണ് പാൻക്രിയാസ്. പാൻക്രിയാറ്റിക് ജ്യൂസ്, അത് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസ് ആക്ട്സ് ഓൺ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. അത് കാർബോഹൈഡ്രേറ്റിനെയും ഫാറ്റിനെയും പ്രോട്ടീനെയും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് ചേഞ്ചസ് ദം ഇൻ ടു സിംപ്ലർ ഫോംസ്. അതിൻ്റെ സിംപ്ലർ ഫോംസിൽ, അതിൻ്റെ ഏറ്റവും ചെറിയ മോളിക്യൂൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, അതിനെ ബ്രേക്ക് ചെയ്യാൻ ഈ പാൻക്രിയാറ്റിക് ജ്യൂസും സഹായിക്കുന്നുണ്ട്. ദി പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡ് നൗ റീച്ചസ് ദ ലോവർ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അങ്ങനെ ആ ഭക്ഷണം പിന്നെ എവിടെ എത്തും? സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ലോവർ പാർട്ടിലോട്ട്. അതായത് 7.5 മീറ്റർ ഉണ്ട് ഏകദേശം. ഈ ബൈൽ ജ്യൂസും പാൻക്രിയാറ്റിക് ജ്യൂസും ഒക്കെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വന്ന് ചേരുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. എന്നിട്ട് അവിടെ നിന്ന് ആ ഭക്ഷണമൊക്കെ പിന്നെയും ഡൈജസ്റ്റ് ആവുന്നു, ബ്രേക്ക് ഡൗൺ ആവുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ലോവർ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് എത്തുന്നു. പിന്നെയും അത് മുമ്പിലോട്ട് പോകുന്നു, സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ലോവർ പാർട്സിലോട്ട് എത്തുന്നു. വെയർ ദ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് കംപ്ലീറ്റ്സ് ദ ഡൈജഷൻ ഓഫ് ഓൾ കോമ്പോണൻറ്റ്സ് ഓഫ് ഫുഡ്. അവിടെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്, ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസ് എന്ന് പറയും. ആ ഗ്ലാൻസ് ഒരു ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സെക്രീഷൻ ഉണ്ട്, അതിന് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് എന്ന് പറയും. അപ്പോൾ ഈ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസും എന്തിനു സഹായിക്കുന്നു? ആ ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ഓഫ് ഫുഡ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അതിനെല്ലാം ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്, അതിനെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് ലാസ്റ്റ് സിംപ്ലർ മോളിക്യൂളിൻ്റെ ഫോമിലോട്ട് എത്തിക്കാൻ അത് സഹായിക്കുന്നു. പിന്നെ ദ കാർബോഹൈഡ്രേറ്റ് ഗെറ്റ് ബ്രോക്കൺ ഡൗൺ. കാർബോഹൈഡ്രേറ്റ് എന്തായിട്ടാണ് മാറുന്നത്? ബ്രോക്കൺ ഡൗൺ ഇൻറ്റു സിമ്പിൾ ഷുഗേഴ്സ്. സിമ്പിൾ ഷുഗറായിട്ട് മാറുന്നു. ആ സിമ്പിൾ ഷുഗർ എന്താണ്? ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത്. ഗ്ലൂക്കോസിനെയാണ് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. കാർബോഹൈഡ്രേറ്റിനെ ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാനോ യൂട്ടിലൈസ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഡിവൈഡ് ചെയ്ത് സിമ്പിൾ ഷുഗറായിട്ട് മാറും. ആ സിമ്പിൾ ഷുഗർ, അതിൽ ഗ്ലൂക്കോസിനെയാണ് ബോഡി അബ്സോർബ് ചെയ്യുക. ഫാറ്റ്സ് ബ്രേക്ക് ഡൗൺ ഇൻറ്റു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ഫാറ്റ് ഡൈജസ്റ്റ് ആയിട്ട്, ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആയിട്ട് സിംപ്ലർ മോളിക്യൂളായി മാറും. അതാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് മാറും. അതിനെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാം. പിന്നെ പ്രോട്ടീൻസ് ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റു അമിനോ ആസിഡ്സ്. പ്രോട്ടീൻ ഡിവൈഡ് ചെയ്താവുന്നതാണ് ഏറ്റവും സിംപ്ലർ ഫോമാണ് അമിനോ ആസിഡ്സ്. അപ്പോൾ ബോഡി ഈ സിംപ്ലർ ഫോമിനെയാണ് അബ്സോർബ് ചെയ്യുന്നതും യൂട്ടിലൈസ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഇനി നോക്കുന്നത് അബ്സോർപ്ഷൻ. ഇപ്പോൾ ഡൈജഷൻ കഴിഞ്ഞു, ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലർ മോളിക്യൂൾസായി മാറി കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസിലോട്ടും
പ്രോട്ടീൻസ്, അമിനോ ആസിഡ് ആൻഡ് ഗ്ലിസറോളിലോട്ടും അമിനോ ആസിഡ് ആൻഡ് ഗ്ലിസറോൾ, പിന്നെ ഫാറ്റി ആസിഡുമായിട്ടും ഡിവൈഡ് ചെയ്ത് സിംപ്ലർ ഫോംസിലെത്തി. ഇനി അതിനെ അബ്സോർബ് ചെയ്യണം. അബ്സോർപ്ഷൻ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ തന്നെയാണ്, ഈ ചെറുകുടൽ തന്നെയാണ് അബ്സോർപ്ഷനും ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ചെറുകുടൽ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യാനും സഹായിക്കുന്നു. ഡൈജഷൻ്റെ ലാസ്റ്റ് സ്റ്റേജസ് വരെ, അതായത് കംപ്ലീറ്റ് സിംപ്ലർ മോളിക്യൂൾ ഫോമിലേക്ക് എത്തിക്കാൻ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ തന്നെയാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അബ്സോർപ്ഷനും സ്മോൾ ഇൻറ്റസ്റ്റൈൻ തന്നെയാണ് റെസ്പോൺസിബിൾ. അപ്പോൾ ഈ digested food can now pass into the blood vessels in the wall of the intestine. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാളിലുള്ള ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, ആ ബ്ലഡ് വെസൽസിലോട്ടാണ് ഈ സിംപ്ലർ മോളിക്യൂൾസ്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ് എല്ലാം അബ്സോർബ് ആവുന്നത്. അപ്പോൾ ബ്ലഡ് വെസൽസ് എവിടെയാണ് ഇത് പ്രോസസ്സ്? ഈ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? അബ്സോർപ്ഷൻ. അതായത് ആ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഉള്ളിലുള്ള ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഡിവൈഡ് ചെയ്ത് ഗ്ലൂക്കോസും അമിനോ ആസിഡ് നമ്മുടെ പ്രോട്ടീൻ ഡിവൈഡ് ചെയ്തായതാണ്. പിന്നെ അതുപോലെ തന്നെ ഫാറ്റ് ഡിവൈഡ് ചെയ്ത് ഫാറ്റി ആസിഡായി. അപ്പോൾ അങ്ങനെയുള്ള അതിനെല്ലാം അബ്സോർബ് ചെയ്യുന്ന ആ പ്രോസസ്സിന് അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. ദി ഇന്നർ വാൾ ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഹാവ് തൗസൻഡ്സ് ഓഫ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. അപ്പോൾ ഇതാണ് എന്ന് വിചാരിക്കൂ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ വാളിൽ കുറേ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, നമ്മുടെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ എന്താ പറയും? വില്ലായി എന്നാണ് പറയുന്നത്. വില്ലായി കുറേ എണ്ണം ഉള്ളതുകൊണ്ട് വില്ലായി എന്ന് പറയും, ഒരെണ്ണം ആണെങ്കിൽ വില്ലസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രൊജക്ഷൻസ് ഉണ്ട്, ഔട്ട് ഗ്രോത്ത്സ് അല്ലെങ്കിൽ ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ്, ഇതിനെയാണ് പറയുന്നത്. ദീസ് ആർ കോൾഡ് വില്ലായി അല്ലെങ്കിൽ സിംഗിളിൽ അതിനെ വില്ലസ് എന്ന് പറയും. ഒരെണ്ണത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വില്ലസ്. ക്യാൻ യു ഗസ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ വില്ലായി ബി ഇൻ ദ ഇൻറ്റസ്റ്റൈനിൽ? ഈ വില്ലൈൻ്റെ റോൾ എന്തായിരിക്കും? അങ്ങനെ ഈ വില്ലൈ ഒരുപാടുള്ളതുകൊണ്ട് അതിൻ്റെ സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലുള്ള സർഫേസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്ര ഏരിയയിൽ നമ്മുടെ ഈ അബ്സോർപ്ഷൻ പോസിബിൾ ആണെന്നുള്ളത്. ഇപ്പോൾ ഈ ഇത്ര സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ അത്ര കൂടുതൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഫുഡ് ഈ ഏരിയ ആയിട്ട് കോണ്ടാക്റ്റിലാവില്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെയുള്ളപ്പോൾ ഇതിൻ്റെ എല്ലാ ഏരിയയിലും ഫുഡ് ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഏരിയയിൽ നിന്നും ഫുഡിനെ, അതിലുള്ള ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാം. അതുകൊണ്ടാണ് അതിന് സർഫേസ് ഏരിയ, അബ്സോർപ്ഷനുള്ള സർഫേസ് ഏരിയ അത് ഒരുപാട് ഇൻക്രീസ് ആവുന്നു. അപ്പോൾ ഒരുപാട് അബ്സോർപ്ഷൻ നടക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഈ വില്ലൈ അല്ലെങ്കിൽ വില്ലസ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഈച്ച് വില്ലസ് ഹാസ് എ നെറ്റ്വർക്ക് ഓഫ് എ തിൻ സ്മോൾ ബ്ലഡ് വെസൽസ് ക്ലോസ് ടു ഇറ്റ് സർഫേസ്. അപ്പോൾ ഇവിടെ ഇതൊരു വില്ലയാണെന്ന് വയ്ക്കി. ഈ വില്ലൈൻ്റെ ഉള്ളിൽ ബ്ലഡ് വെസൽസ് ഉണ്ട്, ലിംഫ് വെസൽസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ബ്ലഡ് വെസൽ മാത്രം പഠിച്ചാൽ മതി. ബ്ലഡ് വെസൽ അതായത് ബ്ലഡ് കൊണ്ടുപോകുന്ന ഈ കുഴലുകൾ, രക്തക്കുഴലുകൾ, അതിൻ്റെ ചെറിയ കുഴലുകൾ അതിലുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് ഭക്ഷണം ഉള്ളത്. ആ ഭക്ഷണത്തിൻ്റെ ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും ഒക്കെ ഉള്ളത്. അതെന്ത് ചെയ്യും? അതിനെ ഇതിലോട്ട് അബ്സോർബ് ചെയ്യും. അതെങ്ങനെ ഡിഫ്യൂഷൻ വഴി ക്രാസ് ചെയ്ത് ഈ വാളിലൂടെ വില്ലയിൽ കൂടെ കയറി എങ്ങോട്ട് കയറും? ഈ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ കയറും. ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ബ്ലഡാണുള്ളത്. അപ്പോൾ ആ ബ്ലഡിൽ കൂടെ മൊത്തം ബോഡിയിലെ ഈ ന്യൂട്രിയൻസ് സർക്കുലേറ്റ് ആവും. ഗ്ലൂക്കോസും അമിനോ ആസിഡും ഫാറ്റി ആസിഡും എല്ലാം സർക്കുലേറ്റ് ആവും. അപ്പോൾ സർക്കുലേറ്റ് ആകുമ്പോൾ ബോഡിയിലെ എല്ലാ സെൽസിലോട്ടും എന്തുണ്ട്? ബ്ലഡ് സപ്ലൈ ഉണ്ട്. ബ്ലഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്ലഡ് എല്ലാ സെൽസിലും ടിഷ്യൂസിലും എല്ലാം എത്തുന്നുണ്ട്, എല്ലാ ഓർഗൻസിലും എത്തുന്നുണ്ട്. അപ്പോൾ ആ ബ്ലഡിലൂടെ ഇതിലുള്ള പോഷക തത്വങ്ങൾ, ഈ ന്യൂട്രിയൻസ് എല്ലാം എവിടെ എത്തും? എല്ലാ സെൽസിലും ടിഷ്യൂസിലും ഓർഗൻസിലും എല്ലാം എത്തും. അപ്പോൾ അങ്ങനെയാണ് എല്ലാ ഓർഗൻസിനും എല്ലാ ടിഷ്യൂസിനും എല്ലാ സെൽസിനും ഈ ന്യൂട്രിയൻസ് കിട്ടുന്നത്. അപ്പോൾ ഈച്ച് വില്ലസ് ഹാസ് എ നെറ്റ്വർക്ക് ഓഫ് തിൻ ആൻഡ് സ്മോൾ ബ്ലഡ് വെസൽസ്. എന്തുകൊണ്ടാണ്? ഈ ന്യൂട്രിയൻസിനെ പാസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറണം. ഇപ്പോൾ ഭയങ്കര കട്ടിയുള്ള ബ്ലഡ് വെസലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ സബ്സ്റ്റൻസസ്, ഈ ന്യൂട്രിയൻസിന് കയറാൻ സാധിക്കില്ല. അത് തിൻ വാൾസ് ആണ്. ആൻഡ് ദ സർഫേസ് ഓഫ് ദ വില്ലൈ അബ്സോർബ്സ് ദ ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ വില്ലൈ എന്ത് ചെയ്യും? ഈ ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസിനെ അബ്സോർബ് ചെയ്യും.
ദ അബ്സോർബ്ഡ് സബ്സ്റ്റൻസസ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ ബ്ലഡ് വെസൽസ്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലുകളിലൂടെ ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് ദ ബോഡിയിൽ ഈ ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ആവും, അതായത് അവർ അങ്ങോട്ട് കൊണ്ടുപോകും അതിനെ. ആൻഡ് ദേ ആർ യൂസ്ഡ് ടു ബിൽഡ് കോംപ്ലെക്സ് സബ്സ്റ്റൻസസ് സച്ച് ആസ് പ്രോട്ടീൻസ് റിക്വയർഡ് ബൈ ദ ബോഡി. ബോഡിക്ക് വേണ്ട പ്രോട്ടീൻസ് എല്ലാം ഈ കൊണ്ടുപോകുന്ന ന്യൂട്രിയൻസാണ് അതിനെ അങ്ങനെ അസിമുലേറ്റ് ചെയ്തിട്ടാണ് ഈ ബോഡിക്ക് വേണ്ട പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. ഈ പ്രോസസ്സിനെ പറയും അസിമുലേഷൻ. ഇപ്പോൾ ഈ ബ്ലഡിലൂടെ വരുന്ന ന്യൂട്രിയൻസ് പോഷക തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിക്കുന്നു, ബോഡിക്ക് ആവശ്യമായ പ്രോട്ടീൻസ്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അസിമുലേഷൻ എന്ന്. ഇൻ ദ സെൽസിൻ്റെ ഉള്ളിൽ ഗ്ലൂക്കോസ് ബ്രേക്സ് ഡൗൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഉണ്ട് ഈ ബ്ലഡിൽ. ഈ ബ്ലഡ് എവിടം വരെ എത്തി? സെൽസിലോട്ടൊക്കെ എത്തി, ടിഷ്യൂസിലോട്ടെല്ലാം എത്തി. അപ്പോൾ അവിടെ എന്താവും? ഇറ്റ് ബ്രേക്സ് ഡൗൺ ദ ഗ്ലൂക്കോസ് ആണ് അതിലുള്ള കാർബോഹൈഡ്രേറ്റ് ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് സിംപ്ലർ ഫോമാണ് ഗ്ലൂക്കോസ് എവിടെ എത്തി? സെൽസിൻ്റെ അവിടെ എത്തി. അപ്പോൾ എന്നിട്ട് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ വിത്ത് ഹെൽപ്പ് ഓഫ് ഓക്സിജൻ. ഓക്സിജനും ബ്ലഡിലുണ്ട്. നമ്മുടെ ശ്വസിക്കുന്ന വായുവിലൂടെ വരുന്ന വായുവിലുള്ള ഓക്സിജൻ എവിടേക്കാണ് കയറുന്നത്? അതും അബ്സോർബ് ചെയ്യുന്നത് ബ്ലഡിൻ്റെ ഉള്ളിലോട്ട് തന്നെയാണ്. അപ്പോൾ ബ്ലഡിൽ ഓക്സിജൻ ഉണ്ട്. ആ ബ്ലഡിലുള്ള ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ആവും. ഗ്ലൂക്കോസ് എന്തൊക്കെ ആയിട്ടാണ് ബ്രേക്ക് ഡൗൺ ആവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും വാട്ടറായിട്ടും. അതുപോലെ തന്നെ അതങ്ങനെ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് എനർജിയും റിലീസ് ആവുന്നുണ്ട്. ആ എനർജിയാണ് നമ്മുടെ ഈ സെൽസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നത് അതിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓക്സിജൻ്റെ ഹെൽപ്പോടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആവുന്നു. അതുപോലെ തന്നെ എനർജി റിലീസ് ചെയ്യുന്നു ഈ റിയാക്ഷനിൽ. അപ്പോൾ ദ ഫുഡ് ദാറ്റ് റിമെയിൻസ്, അത് കഴിഞ്ഞിട്ട് ദ ഫുഡ് ദാറ്റ് റിമെയിൻസ് അൺഡൈജസ്റ്റഡ് ആൻഡ് അൺഅബ്സോർബ്ഡ്. കുറച്ചൊക്കെ ഈ പോഷക തത്വങ്ങൾ മാത്രമേ അബ്സോർബ് ചെയ്തുള്ളൂ, ന്യൂട്രിയൻസ് മാത്രമേ അബ്സോർബ് ചെയ്തുള്ളൂ. ബാക്കി അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള കുറേ ഫുഡുണ്ട്, അതായത് ഫുഡ് മെറ്റീരിയൽ ഉണ്ട്. അൺഡൈജസ്റ്റഡ് ആൻഡ് അൺഅബ്സോർബ്ഡ് ഫുഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ആ ഫുഡ് എവിടേക്ക് കയറും? അത് അടുത്ത പാർട്ടിലോട്ട് പോകും. അതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ, വൻകുടലിലോട്ട് പോകും. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടലിനെ കുറിച്ചാണ്. ലാർജ് ഇൻറ്റസ്റ്റൈൻ ഈസ് വൈഡറാണ്. വൈഡർ എന്ന് പറഞ്ഞാൽ നല്ല അതിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. ഡയമീറ്റർ കൂടുതലുള്ള ഒരു ട്യൂബാണ്. അതുകൊണ്ടാണ് ഇതിനെ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ നീളം കൊണ്ടല്ല, നീളം ഇതിൽ കുറവാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനേക്കാളിലും വളരെ കുറവാണ് ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ നീളം. എത്രയാണ്? 1.5 മീറ്റർ മാത്രമേ ഉള്ളൂ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ നീളം എത്രയായിരുന്നു? അതിൻ്റെ നീളം 7.5 മീറ്റർ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഡയമീറ്റർ ചെറുതായിരുന്നു, അതായത് തിന്നായിരുന്നു ആ ട്യൂബ്. അതുകൊണ്ടാണ് അതിന് ചെറുകുടലെന്നും ഇതിന് വൻകുടൽ, ഇതിൻ്റെ ഡയമീറ്റർ വലുതായതുകൊണ്ടാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. വൈഡർ ആൻഡ് ഷോർട്ടർ ദാൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഷോർട്ട് ലെങ്ത്തിൽ ചെറുതാണ്, പക്ഷേ അതിൻ്റെ ഡയമീറ്ററിൽ അതിൽ വലുതാണ്. ഇറ്റ് ഈസ് അബൌട്ട് 1.5 മീറ്റർ ഇൻ ലെങ്ത്തിൽ 1.5 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു അബ്സോർബ് വാട്ടർ. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് വാട്ടറിനെ അബ്സോർബ് ചെയ്യുക. ഈ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിലുള്ള കണ്ടൻസിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തെ, മാക്സിമം അതിലുള്ള വെള്ളത്തെ അബ്സോർബ് ചെയ്യുക. ആൻഡ് സം സോൾട്സ് ഫ്രം ദ അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് എവിടെയാണ് എത്തിയത്? ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് എത്തിയത്. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ത് ചെയ്യും? അതിലെ വാട്ടറിനെയും അതിലുള്ള സോൾട്ട്, മിനറൽസിനെയെല്ലാം അബ്സോർബ് ചെയ്യും. ദ റിമൈനിങ് വേസ്റ്റ്, അത് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ, ദ റിമൈനിങ് വേസ്റ്റ് പാസസ് ഇൻ ടു ദ റെക്ടം. അത് കഴിഞ്ഞിട്ട് അത് റെക്റ്റത്തിലോട്ട്, ഇപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ നിങ്ങൾ ആ പടം നോക്കുക, ലാർജ് ഇൻറ്റസ്റ്റൈനിലൂടെ വന്നിട്ട് അവസാനം അത് റെക്റ്റത്തിൻ്റെ മലാശയം എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള പാർട്ടാണ് മലാശയം. അപ്പോൾ റെക്റ്റത്തിലെത്തും. റെക്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യും? അവിടെ റിമെയിൻസ് ദെയർ സെമി സോളിഡ് ഫീസസ്. സെമി സോളിഡ് എന്ന് പറഞ്ഞാൽ അത്ര കട്ടിയുള്ളതല്ല, സെമി സോളിഡായ കുറേശ്ശെ വെള്ളം പോലുള്ള, അധികം വെള്ളമില്ലാത്തത്, സെമി സോളിഡായ ഒരു ഫീക്കൽ മാറ്ററായിട്ട് അവിടെ സ്റ്റോർ ആവും ഈ നമ്മുടെ റെക്റ്റത്തിൽ. ആൻഡ് ഫീക്കൽ മാറ്റർ ഈസ് റിമൂവ്ഡ് ത്രൂ ദ ആനസ്. അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്പണിംഗ് ആണ് ആനസ്. അപ്പോൾ ആ ആനസിൽ കൂടെയാണ് ഇത് ഫീക്കൽ മാറ്റർ പുറത്ത് കളയുന്നത്. ആ പ്രോസസ്സിനെയാണ് പറയുന്നത് ഇജഷൻ അല്ലെങ്കിൽ ഡെഫിക്കേഷൻ എന്നും പറയും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇജഷൻ വഴി ആ ഫുഡ് മെറ്റീരിയലെ, അൺഡൈജസ്റ്റഡ് ഫുഡിനെ, വേസ്റ്റ് ഫുഡിനെ പുറന്തള്ളുന്നു.
അപ്പോൾ അതിനെ ഡെഫിക്കേഷൻ അല്ലെങ്കിൽ ഇജക്ഷൻ എന്ന് പറയുന്നു. ഇനി അടുത്തത് നമ്മൾ ഡയേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിളക്കത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. വയറിളക്കം, എന്തുകൊണ്ടാണ് വയറിളക്കം ഉണ്ടാവുന്നത്? Sometimes you might have experienced the need to pass watery stool frequently. ചിലപ്പോൾ ഈ വെള്ളം പോലുള്ള ടോയ്ലറ്റ് മലം, അത് സ്റ്റൂൾ അല്ലെങ്കിൽ ഫീക്കൽ മാറ്റർ എന്നൊക്കെ ഇതിനെ പറയും. അപ്പോൾ അതിങ്ങനെ പാസ് ചെയ്യും. വാട്ടറി സ്റ്റൂൾ അതിനെ ഫ്രീക്വൻ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് 4, 5, 6, 7 പ്രാവശ്യം അങ്ങനെ വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അതിനെയാണ് ഡയറിയ എന്ന് പറയുന്നത്, വയറിളക്കം. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഡയറിയ. അതിന് ഡയറിയ എന്ന് പറയുന്നു. ഇറ്റ് മേ ബി കോസ്ഡ് ബൈ എൻ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് കൊണ്ടായിരിക്കാം, അതായത് ചീത്ത ഭക്ഷണം കഴിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻഡൈജഷൻ, അതായത് ശരിക്കും ഡൈജഷൻ നടക്കാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ പല റീസൺ ഉണ്ടാവാം. അപ്പോൾ ഇതിൽ ഇറ്റ് ഈസ് വെരി കോമൺ ഇൻ ഇന്ത്യ, പർട്ടിക്കുലർലി അമംഗ് ചിൽഡ്രൻ. കുട്ടികളിൽ ഇത് കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അണ്ടർ സിവിയർ കണ്ടീഷൻസ് ഇറ്റ് ക്യാൻ ബി ഫേറ്റൽ, ലൈഫ് ത്രെട്ടണിങ് വരെ ആയിരിക്കാം. അതായത് ഒരുപാട് ഡയറിയ അതായത് വയറിളക്കം ഉണ്ട്, കുട്ടീനെ ഡോക്ടറെ കാണിച്ചില്ല, വെള്ളം കൊടുത്തില്ലെങ്കിൽ ഒക്കെ ഡീഹൈഡ്രേഷൻ കൊണ്ട് കൊച്ചു മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട്സ് ഫ്രം ദ ബോഡി. ബോഡിയിൽ നിന്നുള്ള വെള്ളം ആ ഡയറിയയിലൂടെ, വയറിളക്കത്തിൽ കൂടെ, വയറ്റിൽ നിന്ന് പോകുന്നതിലൂടെ എന്താണ് പോകുന്നത്? വെള്ളവും പോകുന്നുണ്ട് ഒരുപാട്. അപ്പോൾ ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറയും. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ BP കുറയും. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് മരണം വരെ സംഭവിക്കാം. അപ്പോൾ വെള്ളവും അതുപോലെ തന്നെ മിനറൽസ് അല്ലെങ്കിൽ സോൾട്ടും സോഡിയം, പൊട്ടാഷ്യം എല്ലാം ബോഡിയിൽ നിന്ന് ആ വയറിളക്കത്തിൽ കൂടെ പുറത്തു പോകും. അപ്പോൾ ഡയറിയ ഷുഡ് നോട്ട് ബി നെഗ്ലക്റ്റഡ്. അത് നെഗ്ലക്റ്റ് ചെയ്യരുത്. ഈവൻ ബിഫോർ ഡോക്ടർ ഈസ് കൺസൾട്ടഡ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ പേഷ്യൻറ്റ് ഷുഡ് ബി ഗിവൺ പ്ലെൻറ്റി ഓഫ് ബോയിൽഡ് വാട്ടർ, ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ. തിളപ്പിച്ച് ആറിയ വെള്ളം എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കാം. അതിലെന്തിടണം? കുറച്ച് സോൾട്ടും കുറച്ച് ഷുഗറും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തവർ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ കുറച്ച് ഒരു നുള്ള് നമ്മുടെ ഉപ്പും ഒരു സ്പൂണ് പഞ്ചസാരയും കലക്കി 1 ഗ്ലാസ് വെള്ളത്തിൽ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ പല ഗ്ലാസ്സുകൾ നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ എത്ര കുടിക്കുന്നോ അത്രയും കൊടുക്കാം. അതിനെ പറയുന്ന ആ ഒരു സൊല്യൂഷൻ 1 ഗ്ലാസ് വെള്ളത്തിൽ ഈസിയാണ് ഉണ്ടാക്കാൻ. 1 ഗ്ലാസ് വെള്ളം എടുക്കുക, തിളപ്പിച്ചാറിയ വെള്ളം, അതിൽ 1 നുള്ള് പഞ്ചസാരയും 1 നുള്ള് ഉപ്പും ഒരു സ്പൂണ് പഞ്ചസാര ഇടുക, ചെറിയ സ്പൂണിൽ. അപ്പോൾ ആ പഞ്ചസാര ഇട്ട് കലക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് പറയുന്നത് ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, ORS സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. ORS വെച്ച് എന്ത് കിട്ടും? ബോഡിയിൽ വെള്ളം, ഡയറിയ വഴി പോകുന്ന വെള്ളം അതിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോഡിയിലെ വെള്ളം ഡീഹൈഡ്രേഷൻ വരില്ല, ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതിലൂടെ സോൾട്ട്സ് നഷ്ടപ്പെട്ടത് അതിനെയും ബോഡിക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് ORS എന്ന് പറയുന്നത്. ഇത് പാക്കറ്റുകളിലും കിട്ടുന്നുണ്ട് വാങ്ങിക്കാൻ. അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് പല പ്രാവശ്യമായിട്ട് കുടിക്കുന്നത്. അപ്പോൾ ഇതിനെ പറയുന്നു ORS എന്തിനുള്ള ട്രീറ്റ്മെൻറ്റാണ്? ഡയേറിയ, വയറിളക്കത്തിനുള്ള ട്രീറ്റ്മെൻറ്റാണ്. എന്തിനു വേണ്ടിയിട്ട്? ബോഡിയിലെ വെള്ളം നഷ്ടപ്പെടാതിരിക്കാനും ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനും ഉള്ള പോംവഴിയാണ് ഇത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഡിസ്കസ് ചെയ്തു സ്മോൾ ഇൻറ്റസ്റ്റൈനിനെ കുറിച്ച്, അതുപോലെ ലാർജ് ഇൻറ്റസ്റ്റൈനിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾക്കൊരു ഡയഗ്രം ഒന്ന് നോക്കാം. ഈ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം ഇവിടെ കാണുന്നത്, ഇത് മൗത്ത്, ബക്കൽ ക്യാവിറ്റി, അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ട്യൂബാണ്, ഇതാണ് ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ് നേരെ കയറി വരുന്നത് എവിടേക്കാണ്? ഈ കാണുന്ന ഇതാണ് സ്റ്റൊമക്ക് കഴിഞ്ഞിട്ടുള്ള ഈ പാർട്ടാണ് ഇത്. ഈ കാണുന്ന പാർട്ട് ഇതിന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എവിടെ കയറുന്നത്? ഇവിടെ തൊട്ട് ആണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇതിനെ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയും. ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ വന്ന് ഇവിടെ ഈ ഭാഗമാണ് റെക്ടം, മലാശയം.
ഫീക്കൽ മാറ്റർ സ്റ്റോർ ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനെ പുറന്തള്ളുന്ന ഇതിനെയാണ് ഓപ്പണിങ്ങിനെ പറയുന്നത് ആനസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലിവർ കണ്ടു. ലിവർ ഈ കാണുന്നതാണ് ലിവർ. ഇവിടെ കാണുന്ന ഈ ഒരു ഗ്ലാൻഡാണ് ലിവർ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഗോൾ ബ്ലാഡറും കാണാം. ഇത് ലിവർ ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഒരു സഞ്ചി പോലുള്ളതാണ് അത് ഗോൾ ബ്ലാഡർ. അപ്പോൾ അവിടെ നിന്നും എന്താണ് ഈ ബൈൽ നേരെ എവിടേക്ക് പോകും? സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് കയറും. അതുപോലെ തന്നെ ഇതിവിടെ കാണാം. ഇവിടെ കാണുന്ന ഇതാണ് പാൻക്രിയാസ്. മനസ്സിലായി കാണും വിചാരിക്കുന്നു. ഇതാണ് പാൻക്രിയാസ്. ഈ ലീഫ് ലൈക്ക് ഓർഗൻ പാൻക്രിയാസ് സ്റ്റൊമക്കിന് താഴെ. അതുപോലെ തന്നെ ഈ കാണുന്നത് ലിവർ. രണ്ടിൽ നിന്നും വരുന്ന നമ്മുടെ ഇതിൽ നിന്ന് വരുന്ന ലിവറിൽ നിന്ന് വരുന്ന ബൈൽ ജ്യൂസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് കയറും. അതുപോലെ തന്നെ പാൻക്രിയാസിൽ നിന്ന് വരുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഫുഡുമായിട്ട് മിക്സ് ആവും. പിന്നെ ഡൈജസ്റ്റ് ആവും. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഡൈജഷനും അബ്സോർപ്ഷനും നടക്കും. അത് കഴിഞ്ഞിട്ട് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ളത് ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് കയറും. നിങ്ങളൊരു അപ്പൻഡിക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അത് ഇനി വരുന്ന ക്ലാസ്സുകളിലും പഠിക്കും. ഇവിടെയാണ് ഫമിഫോം അപ്പൻഡിക്സ്. ചെറിയൊരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. അത് ഇൻഫെക്റ്റഡ് ആകുമ്പോഴാണ് നമ്മൾ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. ഒക്കെ പിന്നെ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും. Okay, thanks for watching, and please do subscribe, like and share.